ബിഗ് ബോസ് സീസൺ 6 ഡേ 43ൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ്. ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മുന്നത്തെ വീഡിയോ രണ്ടാമതൊന്ന് കണ്ടു നോക്കിയപ്പം ഭയങ്കര നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളെ നിരാശപ്പെടുത്തിയതുപോലെയുള്ള ഒരു ഫീൽ എനിക്കടിച്ചു. വേണ്ട, നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. പോസിറ്റീവായിട്ടുള്ള ചില സംഗതികളുണ്ട്. ശ്രീതു ക്യാപ്റ്റനായി. ജിൻഡോ ശ്രീതുവിന് ക്യാപ്റ്റൻസി ബാഡ്ജ് അണിയിച്ചു കൊടുക്കുന്നു. ചെറിയൊരു വിഷമം ജിൻഡോയ്ക്കുണ്ട്. കാരണം ക്യാപ്റ്റൻസി തുടർച്ചയൊക്കെ ജിൻഡോ ആഗ്രഹിച്ചിരുന്നു. പല ആളുകളോടും അതുമായി ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പം സിബിൻ്റെ അവസ്ഥ ഇത്തിരി വേദനാജനകമാണ്. അദ്ദേഹം വളരെയധികം ഡൗൺ ആയിട്ട് മറ്റേ ആക്ടിവിറ്റി ഏരിയ അല്ലല്ലോ, ലിവിങ് ഏരിയ, അവിടെ ഇരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്, മുഖത്ത് കൈയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് ക്യാപ്റ്റൻസി, അതിൻ്റെ ഡിസിഷൻസ്, കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു മൂലയ്ക്ക് പോയിരിക്കുകയാണ്. ഡ്രാമയല്ല, ട്രോമയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധ്യത കൂടെ ഉണ്ട്. ഒരു സെൻറ്റിമെൻറ്റ്സ് അതിനകത്ത് വർക്കൗട്ട് ആവുന്നുണ്ട്. പല ആളുകൾ പറയുന്ന ഒരു സംഗതിയുണ്ട്, നല്ലൊരു പ്ലെയറുടെ ആവേശം തല്ലിക്കെടുത്തി. വീക്കെൻഡ് എപ്പിസോഡ് ഗെയിം പ്ലാൻ, ബിഗ് ബോസിൻ്റെ ഗെയിം പ്ലാൻ കുളമായി. അങ്ങനെയൊന്നുമില്ല. കാരണം വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള, ഭയങ്കര മോശമായിട്ടുള്ള ലെവലിൽ പല കണ്ടസ്റ്റൻസിനും കിട്ടിയിട്ടുണ്ട്. ചില ആളുകളെ ആജീവനാന്തം നെഗറ്റീവിലേക്ക് തള്ളിയിടുന്ന ചില സാധനങ്ങൾ ഒരാവശ്യമില്ലാതെ പ്ലേ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കണ്ടസ്റ്റൻസ് ഉയർത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സിബിന് ശരിക്കും കിട്ടിയത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു സംഗതിയാണ്. അത്രയധികം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവേണ്ട ഒരു സംഗതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എന്തുവാ ഇപ്പോൾ ഇത്ര പ്രശ്നമൊന്നും എനിക്കറിയില്ല. മറ്റേ ആംഗ്യം കാണിച്ചു, ഇപ്പോൾ മറ്റേ ആംഗ്യം കാണിച്ചു, അത് ആംഗ്യം കാണിച്ചു തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ അത് സിബിൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ പിന്നീട് എന്താണ് മറ്റേ കാലവാരി നിലത്തടിക്കും എന്നൊക്കെ പറയുന്നൊരു സംഭവം, അതും ഓക്കെ. ഇതൊക്കെ ഒരു പ്രശ്നമാണോ എനിക്കറിയില്ല. അതിവൈകാരികമായിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് അയാൾക്ക് അങ്ങനെ പറ്റിങ്ങ വളരെ ലൈറ്റ്. കഴിഞ്ഞ സീസണിലൊക്കെ അഖിൽമാരാർക്കൊക്കെതിരെ സ്ഥിരമായിട്ട്, ഇപ്പം ആ സീസണിൽ ഏറ്റവും വലിയ കോമഡി ഇതായിരുന്നു. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്നു, അഖിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, നന്നായിട്ട് അങ്ങോട്ട് കേൾക്കുന്നു. അതും എന്ത് വലിയ ആരോപണങ്ങളൊക്കെ ആയിരുന്നു, സ്ത്രീ വിരുദ്ധത അതുപോലുള്ള ആരോപണങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആംഗ്യം കാണിച്ചു എന്നൊക്കെ ഉള്ളതിലേ ഉള്ളൂ. അത് കയ്യിൽ നിന്ന് പോകുന്നതാണ്. അത് പല ആൾക്കാരും അതിനേക്കാളും വലിയ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സിബിൻ അതൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടാണ് അകത്തേക്ക് പോയത്. ഇപ്പം ജിൻഡോയ്ക്കെതിരെ വന്ന ആരോപണങ്ങൾ, മറ്റേ രാത്രി അബിയുടെ ദേഹത്ത് പിടിച്ചു, ശരണി പറയുന്നു അൺകംഫർട്ടബിളായിട്ട് ടച്ച് ചെയ്തു, ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ അവർ സോറി പറഞ്ഞ് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ സിബിനൊരു ട്രോമ അടിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആയിട്ട് ഇതിനെ കരുതിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. മേ ബി അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഫയറിങ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. എനിക്ക് എന്തുകൊണ്ടാണ് സിബിനൊക്കെ ഇത്രയധികം ഡൗൺ ആയി പോകുന്നത് എന്നുള്ളത് അറിയില്ല. കാരണം സിബിൻ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഏതായാലും തിരിച്ച് കയറി വരട്ടെ. ഇനിയിപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രീതുവിനെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇനീഷ്യൽ പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ശ്രീതു. ഇതുവരെയുള്ള ഗെയിം പെർഫോമൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ഇമോഷണലി ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ശ്രീതുവിന് ഉണ്ടായിരുന്നില്ല. കരയുന്ന പരിപാടികളൊക്കെ ശ്രീതുവിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ കൂടുതൽ അറ്റാച്ച്മെൻറ്റോ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഓഫറുകളോ ഒന്നും ശ്രീതു ആർക്കും കൊടുത്തിട്ടുമില്ല, ഇങ്ങടേക്ക് എടുത്തിട്ടുമില്ല. അർജുനുമായിട്ടുള്ള ആ ഒരു കോംബോ ബിൽഡിങ്ങിനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അതൊക്കെ വളരെ പക്വതയോടെ ഇങ്ങനെ മാനേജ് ചെയ്ത ഒരാളാണ് ശ്രീതു. ഇന്ന് ക്യാപ്റ്റനായി അധികാരമേറ്റ് ലിവിങ് ഏരിയയിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റാണ്. പെട്ടെന്നാണ് കാര്യങ്ങൾ പറയുന്നത്. ഇന്ന ആൾക്കാർ ഇങ്ങടേക്ക് പോട്ടെ, നിങ്ങൾ ഇങ്ങടേക്ക് വാ, നിങ്ങൾ ഇന്ന ഡ്യൂട്ടി ചെയ്യ്. വേറെ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇപ്പം നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു, ഒരു ക്യാപ്റ്റൻ വരുന്ന സമയത്ത്, ഇപ്പോൾ ജിൻഡോയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് താളം അടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് പിടിച്ച്. ശ്രീത് വളരെ നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ജാസ്മിൻ, ജിൻഡോ, സിബിൻ അങ്ങനെയുള്ള ആളുകൾ, അൻസിബ എല്ലാം ഒരൊറ്റ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പം അതൊക്കെ രസമുള്ള ഒരു സംഗതിയാണ്. സിബിൻ ആ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിയുമ്പോഴത്തേനും ഗ്രൂപ്പ് ആക്ടിവിറ്റികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ജാസ്മിൻ ആൻഡ് ജിൻഡോ നമുക്കറിയാം, അവർക്ക് മറ്റേ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നുമില്ല. ഗെയിമാണ്. ഇപ്പം സ്വന്തം ലാഭമാണ് എന്നുണ്ടെങ്കിൽ അവിടെ കളിക്കും, ടീം വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ടീമിൻ്റെ കൂടെ നിൽക്കും. അവർ ശരിക്കും ഗെയിമേഴ്സാണ്. അപ്പം സിബിൻ അതിനകത്തേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു പവർ ടീമായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അൻസിബയും വേറെ കുറേയധികം ക്വാളിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല, പവർഫുള്ളാണ്. ഇനിയിപ്പം ശ്രീതുവിൻ്റെ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
അതിന് മുൻപ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറയണം. 7ാമത്തെ ആഴ്ചയാണ്, കണ്ടസ്റ്റൻസ് ആകെ മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ സൈക്കോളജിക്കൽ അപ്രോച്ച് കൂളായിട്ടാണ് ബിഗ് ബോസ് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്താണ് എല്ലാവരും ഉഷാറല്ലേ, മറ്റേ കമ്പ്യൂട്ടർ വോയിസ് ടൈപ്പ് സാധനം മാറ്റി പിടിച്ചു. ഇതിനോടൊപ്പം കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് AC കംപ്ലൈൻറ്റ് മാറ്റി തരണമെന്നുള്ളത്. വലിയ ചൂടാണ് അതിനകത്ത്. ക്യാപ്റ്റനായിട്ടുള്ള ശ്രീധുവിന് അഭിനന്ദനങ്ങൾ കൊടുത്തുകൊണ്ട് ജിൻഡോയോട് ബാഡ്ജ് കൊടുക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു. എന്താണ് ജിൻഡോ, സങ്കടമുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ശ്രീധു അദ്ദേഹത്തിൻ്റെ പ്ലാനുകൾ പറയുകയാണ്. ബെല്ലടിച്ചു കഴിഞ്ഞാൽ ടാസ്ക് ലെറ്റർ പോലെയുള്ള കാര്യങ്ങൾ സ്റ്റോർ റൂമിൽ പോയി എടുക്കുന്നത് താനായിരിക്കും, അതിനുവേണ്ടി ആരും ഓടേണ്ട. കഴിഞ്ഞ ആഴ്ചയൊക്കെ ജിൻഡോ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവിടെ പറഞ്ഞിരുന്നു, പല ആളുകളും ഓടിപ്പോയി എടുക്കുന്നു. അതേപോലെ തന്നെ പവർ ടീമിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. പവർ ടീം തെറ്റ് ചെയ്താലും ആര് തെറ്റ് ചെയ്താലും താൻ തെറ്റ് ചെയ്തവർക്ക് എതിരായിട്ട് നിൽക്കും. അപ്പോൾ അവിടെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ടും തനിക്കൊരു മടിയും ഉണ്ടാവില്ല. അതേപോലെ തൻ്റെ ഒരു ഗെയിം അപ്രോച്ച് അത് കുറച്ച് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു സംഗതിയാണ്. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഗെയിമിനെ അപ്രോച്ച് ചെയ്യും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന ഒരാഴ്ച നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സമ്മിശ്രമായിരിക്കും. അപ്പോൾ ക്യാപ്റ്റൻ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ രസമായിരിക്കും. അതേപോലെ തന്നെ സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കയറി സംസാരിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ റൂം മാറ്റുകയാണ്, മൊത്തത്തിൽ റൂം മാറ്റുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും റൂം മാറ്റൽ പരിപാടി ഉണ്ടായിരുന്നു, ഇന്ന് റൂം മാറ്റുന്നുണ്ട്. നിലവിലത്തെ ഡെൻ ടീമിനെ നെക്സ്റ്റ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, നെക്സ്റ്റ് ടീമിനെ ടണൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, ടണലിനെ ഡെന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് ശേഷം പുതിയ ടീമുകൾ അവരുടെ ഡ്യൂട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഡെൻ ടീം ഇപ്പം ജാസ്മിൻ, ജിൻഡോ, സിബിൻ, അൻസിബ അങ്ങനെയുള്ള ആൾക്കാർ കുക്കിങ്ങിന് നേതൃത്വം കൊടുക്കും. അതിൽ ക്യാപ്റ്റനായിട്ട് ജിൻഡോയാണ്. അപ്പോൾ അതിനകത്തൊന്നും വേറെ ഡൗട്ടൊന്നുമില്ല, ശ്രീധു സിമ്പിളായിട്ട് തന്നെ ജിൻഡോ ക്യാപ്റ്റൻ എന്ന് പറയുകയാണ്. ടണൽ ടീം ഫ്ലോർ മാനേജ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്ലോറിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. കാരണം നിലവിലത്തെ ടണൽ ടീം, ഇപ്പോൾ വന്നിരിക്കുന്ന ടണൽ ടീമിൽ ഉള്ള ആളുകൾ സായി, നോറ, നന്ദന, അബിയൊക്കെയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് 2-3 ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോറിൽ തന്നെയാണ്. പക്ഷേ അംഗബലം കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് തന്നെ ഫ്ലോർ കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ക്യാപ്റ്റൻ്റെ ഡിസിഷനാണ്, അവർ അഭിപ്രായം പറയുന്നുണ്ട്. ശ്രീധുവിനെ വേറെ ആലോചനയും പരിപാടിയൊന്നുമില്ല, ഓക്കെ, അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. നെക്സ്റ്റ് ടോയ്ലറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രി, അർജുൻ, റസ്മിൻ, അപ്സര എന്നിവരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടീം. അർജുനാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. ഇതിന് ശേഷം ശ്രീധു പറഞ്ഞു ബിഗ് ബോസ് എല്ലാം മുടിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം മൊത്തത്തിൽ മുടിഞ്ഞൊരവസ്ഥ തന്നെയാണ്. ഏതായാലും ഗെയിമൊക്കെ മൊത്തത്തിൽ മാറണം. സിബിൻ ഒതുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, പുതിയ ക്യാപ്റ്റൻ വരട്ടെ, വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവട്ടെ. കാരണം ശ്രീധു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ് എന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ല. പക്ഷേ പുതിയൊരു ക്യാപ്റ്റൻ വരട്ടെ. പൂജ ഇപ്പം മെഡിക്കൽ റൂമിലാണ്, കണ്ടസ്റ്റൻസിന് അറിയില്ല പൂജയുടെ അവസ്ഥയെക്കുറിച്ചിട്ടൊന്നും. സിബിൻ കൺഫെഷൻ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നിരുന്നു. മുന്നേ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് കൺഫെഷൻ റൂമിലാണ് പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. പുള്ളിക്കാരൻ്റെ പ്ലാൻ ക്വിറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനൊന്നും വർക്കാവാൻ സാധ്യതയില്ല, അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞിരുന്നു. അങ്ങനെ വിടുന്ന ഒരു പരിപാടിയില്ല. അപ്പം സിബിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പുറത്തെ നെഗറ്റീവാണ്. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പോൾ അകത്തുള്ള സ്ത്രീ കണ്ടസ്റ്റൻസിന് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂവേഴ്സ് പലതരമുണ്ട്. അപ്പോൾ അതിലൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവരുടെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിവ്യൂ അല്ല, അല്ലെങ്കിൽ കണ്ടൻ്റ് ഒന്നുമല്ല. അപ്പോൾ അവർ നേരെ തന്നെ ആദ്യം ഒരു സ്ത്രീ, അത്യാവശ്യം ക്ലിക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങോട്ട് എടുക്കും. അപ്പോൾ അവരുടെ നെഗറ്റീവുകൾ അങ്ങനെ പറയും. അതിനൊരു നല്ല മാർക്കറ്റ് ഉണ്ടെന്നേ, നല്ല മാർക്കറ്റ് ഉണ്ട്, നിങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് ഫോക്കസ് ചെയ്തു പോകും. പക്ഷേ പുരുഷന്മാരുടെ കാര്യത്തിൽ സ്ഥിരം നെഗറ്റീവ് അടിക്കുന്ന ആളുകളില്ല. കാരണം പുരുഷന്മാരുടെ കണ്ടൻറ് ആർക്കും കാണണ്ട. അതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടാലും അങ്ങനെയാണെന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്ത്രീകളെ ഫോക്കസ് ചെയ്യുന്നതാണ് മെയിൻ ഒരു കണ്ടൻറ്. അപ്പം സിബിൻ ഇപ്പോൾ എന്ത് മോശം ചെയ്താലും ജിൻഡോ എന്ത് മോശം ചെയ്താലും അത് 2 ദിവസം ചർച്ചയാവുള്ളൂ. അത് കഴിഞ്ഞ് മറക്കും, ഇത് എല്ലാ ആൾക്കാരും മറക്കും. പക്ഷെ മറ്റതങ്ങനെയല്ല, അത് എന്നും ഓർത്തിരിക്കും. ഇപ്പോൾ ഈ മെയിൽ കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയാലും ആരും ബിഗ് ബോസിൽ ചെയ്ത് അവരുടെ ഒരു കാര്യം ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ സ്ത്രീകൾക്ക് അത് വലിയ ട്രോമയായിരിക്കും. അത് വീണ്ടും കട്ട് ചെയ്ത് റീലുകളായിട്ടും ഷോർട്സുകളായിട്ടും ഒക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ സിബിൻ കാണിച്ച ഒരു ആംഗ്യം, ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സിബിൻ ഒരു ആംഗ്യം കാണിച്ചു, അതിൻ്റെ വീഡിയോ ക്ലിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ വൈറലാവോ? ഇല്ല. പക്ഷെ അത് വേറെ ഏതെങ്കിലും സ്ത്രീകളാണ് കാണിച്ചത് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും വരും. അത് മീമായിട്ട് വരും, അത് ഇമോജിയായിട്ട് കൺവേർട്ട് ചെയ്യും, അത് സ്റ്റാറ്റസായിട്ട് ആളുകൾ ഇടും. അതിനൊരു മാർക്കറ്റുണ്ട്. അപ്പോൾ സിബിനൊക്കെ എന്തിനാണ് വെറുതെ അൺവാണ്ടഡായിട്ട് ഈ ടെൻഷൻ അടിക്കുന്നതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള അതിനേക്കാളും കട്ട നെഗറ്റീവിലേക്ക് പോയിട്ടുള്ള ആളുകൾ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുകയല്ലേ. ഇതൊക്കെയാണ് ലൈവ് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.